ഈ സിനിമയിൽ ഒരു പുതിയ കൂട്ടുകെട്ട് സംഗീത വിഭാഗത്തിൽ പരീക്ഷിക്കുന്നുണ്ട് ശശികുമാർ. അർജുനൻ മാസ്റ്ററും തമ്പിയും ഇവർ രണ്ടുപേരും ചേർന്ന് ഇതിൽ അതിമനോഹരങ്ങളായ കുറേ ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് പൗർണമി ചന്ദ്രിക എന്ന് തുടങ്ങുന്ന ഗാനം. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ദാസാറിന് ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ജലദോഷമായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അന്ന് നമുക്ക് റേഡിയോയിലൂടെയാണല്ലോ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. ഈ പാട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയും യേശുദാസ് സാറിന് സുഖമില്ലായിരുന്നു പാടിയ പാട്ട് എന്ന്. പക്ഷേ എങ്ങനെ പാടിയിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നീട് ആ പാട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ആ പാട്ടിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടിയാണ് പാടിയിരിക്കുന്നത്. ശബ്ദം എന്നുള്ളത് അവിടെ രണ്ടാമത്തെ ഘടകമാണ്. അതിലുള്ള വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ട് പാടിയിരിക്കുന്ന പാട്ടാണ്. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പാടാത്ത വീണയും പാടും എന്ന പാട്ട് എനിക്ക് വളരെ സ്വകാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പാട്ടാണ്. ശ്രീമാരൻ തമ്പി സാറിൻ്റെയും NP അർജുൻ മാഷിൻ്റെയും തുടക്കത്തിലുള്ള പാട്ടുകളായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് ദാസാർ പാടിയിട്ടുണ്ട്. ഈ പാട്ടിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രണയമാണെങ്കിൽ പോലും പിന്നെ വല്ലാത്തൊരു സങ്കടത്തിൻ്റെ ഒരു ടിൻറ്റും കൂടെ ആ പാട്ടിനുണ്ട്. ഒരു കാലഘട്ടത്തിലെ പ്രണയത്തിന് എപ്പോഴും ഒരു സങ്കടത്തിൻ്റെ ഒരു ട്രെൻഡും കൂടെ കലർന്നായിരുന്നു പാട്ടുകൾ വന്നിരുന്നത്. പക്ഷേ ആ പാട്ടിൻ്റെ വിജയം അത് തന്നെ ആയിരിക്കാം. ചിന്തകളിൽ രാഗചന്ദ്രിക ചാലിച്ച മന്ദസ്മിതം തൂകി വന്നവളെ, ചിന്തകളിൽ രാഗചന്ദ്രിക ചാലിച്ച മന്ദസ്മിതം തൂകി വന്നവളെ, ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലുമിങ്ങനെ നമ്മളൊന്നാകുമി ബന്ധനത്താൽ. ഓ ഓ അകലുകില്ല അകലുകില്ല, ഇനിയും ഹൃദയങ്ങൾ അകലുകില്ല, പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. റെസ്യോസ് എന്ന ചിത്രത്തിലാണ് ശ്രീകുമാരൻ തമ്പി സാറും അർജുൻ മാഷും ആദ്യമായി ഒന്നിക്കുന്നത്. അവരുടെ കോമ്പിനേഷൻ ഉണ്ടാകുന്നത് തന്നെ ആ ചിത്രത്തിലൂടെയാണ്. അതിൽ വളരെ പ്രസിദ്ധമായ ഗാനമാണ് മുത്തിലും മുത്തായ മണിമുത്ത് കിട്ടി എന്ന ഗാനം. ഈ പാട്ട് പാടുന്നത് ദാസാറ് ജലദോഷമുള്ള ഒരു സമയത്താണ് പാടുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിന് ജലദോഷമുണ്ട് എന്ന് നമുക്കൊരു നേസൽ ടോൺ ഉണ്ട് എന്നുള്ളതല്ലാതെ പാട്ടിനെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിയെയോ ഒന്നിനും ബാധിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായ അദ്ദേഹം ആലപിച്ചു എന്നുള്ളതും ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി,
മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി, മുത്തം തരാനൊരു മരതകം കിട്ടി. ചിത്രമനോഹര സ്വപ്നങ്ങളെൻ്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി. മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി.